അടുത്ത ക്വസ്റ്റ്യൻ, മുടി കളർ ചെയ്യുന്നത് ഇസ്ലാമിൽ തെറ്റാണോ? മുടി നരച്ചു, ആ നരച്ച മുടി കളർ ചെയ്യുന്നത് അനുവദിക്കപ്പെട്ടതാണ്. അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ആണോ? നിങ്ങൾക്ക് മെസ്സിന്റെ മാതിരി വൈലറ്റ് കളർ കൊടുക്കാൻ പറ്റുമോ? റൊണാൾഡോന്റെ മാതിരി സിൽവർ കൊടുക്കാൻ പറ്റുമോ? എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? ഏതാ നിങ്ങൾക്ക് അറിയണ്ടേ? ആ ഭാഗം പറയാനാണ്. ഏതാ അറിയേണ്ടത്? നരച്ച മുടി കളർ കൊടുക്കുന്നതാണോ ചോദ്യം? ആരാ ചോദ്യം ചോദിച്ചത്? കുഴപ്പമൊന്നുമില്ല, സമ്മാനമൊന്നുമില്ല എന്റെ കയ്യില്. പിന്നെ നമ്മുടെ മുടിക്ക് ഒരു നാച്ചുറൽ കളർ ഉണ്ട്. എല്ലാവർക്കും ബ്ലാക്ക് ആവില്ല, ചിലത് ചമ്പലാവും. ചില ആൾക്കാർ തീരെ ഓയിൽ തേക്കാത്തതുകൊണ്ട് വെയിലത്തൊക്കെ ഒരു ഗോൾഡൻ ടച്ച് ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഓരോ ഏരിയക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ജീനിന്റെ വ്യത്യാസത്തിൽ കളറിൽ ചില വ്യത്യാസം, അത് ആ കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, ആ കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷെ ചിലത് രോഗം ബാധിച്ചതിന്റെ ചില പ്രശ്നങ്ങളുണ്ടാവും. ഈ ന്യൂട്രീഷന്റെ ഡെഫിഷ്യൻസിയോട് ഉണ്ടാവുന്ന ഒരു രോഗലക്ഷണമായി ചിലപ്പോൾ മുടിയിലുണ്ടാവുന്ന കളർ വ്യത്യാസമുണ്ട്. അത് കളർ കൊടുക്കാം. കാരണം എന്താ? രോഗാവസ്ഥയെ ട്രീറ്റ് ചെയ്യാം. അതല്ലാതെ അത് നമുക്ക് നാച്ചുറൽ ആയി തന്ന ഒരു മുടിയെ അതേ നിറത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? നിലനിർത്താം. കാരണം ഇത് കളർ ചെയ്യുമ്പോൾ പ്രശ്നം പറഞ്ഞാല് ഇപ്പൊ സാധാരണ നമ്മൾ കളർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം എന്താ സാധനത്തിന്റെ പേര്? പറഞ്ഞോളൂ, പേര് കൂടെ. എന്താണ് ഡൈ ഉണ്ട്. വേറെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന രീതിയിലല്ല. അത് എന്താ ഉപയോഗിക്കല്? ഫെർമോ, എന്താ അറിയോ? ഓക്കെ. ഈ ഡൈയുടെ പ്രോസസ് പറഞ്ഞാൽ നമ്മളുള്ള മുടിനെ ബ്ലീച്ച് ചെയ്യും. ഇപ്പൊ ഇതിന്റെ മുടിയുടെ നിറം ഒരു ബ്ലാക്കിനോട് അടുത്തൊരു നിറം വിചാരിക്കാം. ഇത് ആദ്യം ബ്ലീച്ച് ചെയ്യുമ്പോൾ ഇത് നാച്ചുറൽ കളർ നീങ്ങും. ഓക്കെ, ബ്ലീച്ച് ആണ്. പിന്നെ അതിലേക്ക് വേറെ കളർ എന്ത് ചെയ്യാൻ വരികയാണ്. അപ്പൊ നമ്മൾ ബ്ലീച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് മുടിന്റെ ഉറപ്പിനെ ബാധിക്കും. ചർമ്മത്തിന് ചില അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഹെയർ ലോസിന് സാധ്യത ഉണ്ട്. പലതരം പ്രശ്നങ്ങൾക്ക് ലോങ് റണ്ണിൽ സാധ്യത ഉണ്ട്. നിങ്ങൾ കാണല്ലേ ബ്രിട്ടീഷ് ട്രെയിൻ തേച്ച് വെളുത്തിട്ട് പാറുന്ന എന്നൊക്കെ പറഞ്ഞ കുറെ ആളുകളുണ്ട്. ഒരു വെളുക്കുണ്ട്, പക്ഷെ അവരെ കിഡ്നി അടിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ നാട്ടിലെ നെഫ്രോളജി വിഭാഗത്തിലെ വിദഗ്ധരായ ആളുകൾ പറയുന്നത് ലിപ്സ്റ്റിക് മുതൽ മുഖത്ത് വാരി തേക്കുന്ന പലതിലുമുള്ള ചില മെർക്കുറി പോലുള്ളതിന്റെ അംശങ്ങളുടെ തോത് കൂടുതലാണ്. പെട്ടെന്ന് ഇവിടെ എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവാൻ ചെയ്യുന്നതാണ്. അതുണ്ടാവും. അത് ശരീരത്തിന് എന്തുണ്ടാവുന്നുണ്ട്? ഇന്റേണൽ ഓർഗൻസിന് അത് വഴി ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഡൈ ചെയ്ത ആൾക്കാർ തന്നെ മുഖത്ത് ചെറിയൊരു വ്യത്യാസം നമുക്ക് തോന്നലുണ്ട്. ഡൈ ചെയ്തതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യുക? ഒരു നാച്ചുറൽ ബ്യൂട്ടിയിൽ തന്നെ തൃപ്തിപ്പെട്ട മുടി കളർ ചെയ്യുന്നത് കൊണ്ട് ദോഷങ്ങൾ ഒരുപാടുണ്ട്. അള്ളാഹ് തന്നതാണ് അള്ളാഹ് മനുഷ്യനെ നല്ല ഘടനയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ നല്ല ഘടനയിൽ നമ്മൾ ജീവിക്കുക. അതിൽ രോഗവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക എന്നതല്ലാതെ അതല്ലാതെ നമ്മൾ കവർ ചെയ്യുന്നത് അതെന്താ സത്യത്തിന്? അതൊരു ഫാൻസിയാണ്, ഒരു കോമാളിത്തനാണ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താണ്? അപ്പൊ ഞാൻ 2010 കാലത്തൊക്കെയുള്ള എന്റെ ഫേസ്ബുക്കിലെ ചില ഫോട്ടോസ് ഉണ്ട്. ഞാനത് വലിയ സംഭവം കരുതി വെള്ളച്ചാട്ടത്തിന്റെ മുമ്പൊന്നും പിന്നെ ബുർജ് ഖലീഫയുടെ അടിയിലൊക്കെ ഫോട്ടോ ഉണ്ട്. ഇന്ന് കണ്ട പെറ്റ തൊള്ള സഹിക്കില്ല എന്ന് പറഞ്ഞ മറ്റുള്ള ഫോട്ടോസാണ്. ബോറാണ്. അന്ന് നമ്മൾ വലിയ സംഭവം എഴുതിയിട്ടുണ്ടാവും. എന്നതുപോലെ നമ്മളിങ്ങനെ മുടിക്കിങ്ങനെ കവർ ചെയ്ത് അല്ലെങ്കിൽ ബാത്റൂമിന്റെ ബ്രഷുമായി മുടി വന്നിട്ട് ഇങ്ങനെ കാറ്റ് വലിയ സംഭവം നടക്കും. ഊളത്ത് കോമാളിത്തനാണ്. നമുക്കിപ്പോ വലിയ സംഭവം തോന്നിയപ്പോ ഒപ്പം എന്നല്ലേ ശരിക്കും അതൊരു കോമാളിത്തനാണ്. നമ്മൾ അതെന്താ ചെയ്യാ? ആ ഒരു ഫാൻസി ലൈഫിലേക്ക് നമ്മൾ പോകാതിരിക്കുക. ചില ആൾക്കാരുടെ മുടി റെയിൻബോ കളറാണ്. ഇവിടെ വൈലറ്റ്, ഇപ്പുറത്തെ മഞ്ഞ, ഇപ്പുറത്തെ അല്ലെ പലജാതി മൈൽപീരിന്റെ നിറവ്യത്യാസം പോലെ മുടിയിൽ പലജാതി കളറുകളാണ്. സത്യത്തിൽ അത് നമ്മുടെ ഒരു ഗാംഭീര്യത്തിന് യോജിക്കാത്തതാണ്. അതൊരു തരം കോമാളിത്തരമാണ്. നമ്മൾ അതിനെ യാതൊരു കാരണവശാലും ട്രയൽ പോലും ചെയ്യാതിരിക്കാൻ. അടുത്ത ചോദ്യം സ്ത്രീകളുടെ വാർത്തമാണ്. ആർത്തവത്തിന്റെ സമയത്ത് ഖുർആൻ തൊടാൻ പാടില്ല എന്നറിയാം. എന്നാൽ ഫോണിലെ ആപ്പ് നോക്കി ഖുർആൻ ഓതുന്നത് തെറ്റുണ്ടോ? അതിൽ തന്നെ മറ്റൊരു ചോദ്യം, ഈ സമയത്ത് കൊഴിഞ്ഞു പോകുന്ന മുടി എടുത്തു വെച്ച് പിന്നീട് അത് കുഴിച്ചിടണം എന്ന് പറയുന്നത് ശരിയാണോ? പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിൽ ആദ്യം പറയാം. ഈ മുടി കുഴിച്ചിടണം എന്ന് പ്രത്യേക നിർദ്ദേശം, ഡിസ്പോസ് ചെയ്യണം. പക്ഷെ അതെന്താണ് കുഴിച്ചിടണം എന്ന് പ്രത്യേകിച്ച് ഇല്ല. അതേപോലെ രാത്രി സമയത്ത് നഖം വെട്ടാമോ മുടി നീക്കം ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ അതിലൊന്നും എന്തില്ല, പ്രത്യേകിച്ച് വിരോധമില്ല. പകൽ സമയം ചെയ്യാം, രാത്രി സമയത്ത് ചെയ്യാം. നീക്കം ചെയ്യുന്നത് ഡിസ്പോസ് ചെയ്യാം. അതിന് ക്ലോസറ്റിലിട്ട് ഫ്ലഷ് വലിക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം എന്നതല്ലാതെ
അങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഓക്കെ, പ്രത്യേകിച്ച് കുഴിച്ചിടുക എന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് നിർബന്ധമില്ല. കുഴിച്ചിടല് മനുഷ്യന്റെ ഒരു ഓർഗൻ എന്ന നിലയ്ക്ക് വരുന്നതിനാണ്. മുടി ശരീരത്തിന്റെ ഭാഗമാണെങ്കിലും ഒരു അവയവം എന്ന രൂപത്തിൽ നമ്മളതിനെ കാണുന്നില്ല. കുഴിച്ചിടേണ്ട ആവശ്യമില്ല. പിന്നെ ഒന്നാമത്തെ ചോദ്യം, ഈ സ്ത്രീകൾക്ക് പീരിയഡ്സ് ഉള്ള സമയത്ത് മുസ്ഹഫ് തൊടാൻ പറ്റില്ല. വലിയ ഡിബേറ്റ് ഒക്കെ ഉള്ള ഒരു വിഷയമാണ്. സത്യത്തിൽ സ്ത്രീകൾക്ക് ഈ പീരിയഡ് ഉള്ള സമയത്ത് പാടില്ലാത്തത് നിസ്കരിക്കരുത്, നോമ്പ് നോൽക്കരുത്. അതേപോലെ അവർക്ക് ഹജ്ജ് ഉംറ ചെയ്യുമ്പോൾ അതിനുള്ള ആരാധനാ സ്വഭാവമുള്ള ശുദ്ധിയോട് കൂടി ചെയ്യേണ്ടതായ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതല്ലാത്തതൊക്കെ അവർക്ക് അനുവദിക്കപ്പെട്ട. പിന്നെ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവർക്ക് ഭാര്യ ഭർത്തൃ ബന്ധം, സെക്സ് പാടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എന്തില്ല, പാടില്ല എന്ന് പറയുന്ന ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ ഗണ്യതമായി ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ സാധാരണ പീരിയഡ്സ് ആയ സ്ത്രീകൾ മുസ്ഹഫ് തൊടാറില്ല. പക്ഷെ അങ്ങനെ തുടരുത് എന്ന് ആര് പറഞ്ഞിട്ടില്ല? റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. ആ വിഷയത്തിൽ പറഞ്ഞ ചില ഹദീസുകൾ ദഈഫാണ്, ദുർബലാണ്. ഏതോ കാലഘട്ടത്തിൽ ആ ഹദീസ് സ്വഹീഹാണെന്ന് വിചാരിച്ച പണ്ഡിതന്മാർ പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞ ചില മതവിധികൾ, പ്രത്യേകിച്ച് ശാഫിഈ മദ്ഹബിലുള്ള പ്രധാനപ്പെട്ട ഒരു വീക്ഷണമാണ് ഈ പീരിയഡ് ഉള്ള സമയത്ത് സ്ത്രീകൾ പിന്നെ മുസ്ഹഫ് തൊടാൻ പാടില്ല എന്നത്. പക്ഷെ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ പീരിയഡ് ഉള്ള സമയത്ത് അവർ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞ പോലെ, നോമ്പ് നോൽക്കരുത് എന്ന് പറഞ്ഞതുപോലെ, ഭാര്യ ഭർത്തൃ ബന്ധം പാടില്ല എന്ന് പറഞ്ഞതുപോലെ, ഹജ്ജ് ഉംറയുടെ സന്ദർഭത്തില് ഇന്ന കാര്യം പാടില്ല എന്ന് പറഞ്ഞതുപോലെ മുസ്ഹഫ് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്ന് കരുതി മെൻസസ് ആവാൻ കാത്തു കണ്ട ഖുർആനോദാണ്. നമ്മൾ നല്ല ഒരു ഫ്രഷ് ഉള്ള സമയത്ത് വെറുതെ മൂഡ് സ്വിങ്സ് ഉണ്ടാവണ, നമ്മളിങ്ങനെ മൂഡ് മാറുന്ന, ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ പ്രയാസം, ആ സമയം പ്രത്യേകം ഇതിന് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് പാരായണം ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വിഷയത്തില് മുസ്ഹഫ് തൊടരുത് എന്ന് പറഞ്ഞ ആളുകൾ പോലും ബൈഹാർട്ട് ചെയ്യുന്നത് എന്ത് ചെയ്യാം, വായിക്കാം, അത് ഓതാം, റിസൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മൊബൈൽ ഫോൺ എന്നത് എന്തല്ല, മുസ്ഹഫല്ല. മൊബൈൽ ഫോൺ പലതരം ആപ്പ് ഉണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരു ആപ്പാണ് ഒരു ഖുർആൻ ആപ്പ്. അതിനെന്താണ് മുസ്ഹഫായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതില്ല. കാരണം എന്താ, അത് ജസ്റ്റ് ഒരു ആപ്പാണ്. ക്ലോസ് ചെയ്താൽ പിന്നെ അത് ആ ആപ്പ് അവിടെ ഹൈഡായി കിടക്കാണ്. അതുകൊണ്ട് ഒരാൾ മുസ്ഹഫ് നോക്കി ഓതുന്നതിലോ, ഇത് തഫ്സീർ എന്ന് പറഞ്ഞാൽ അതിന് ഖുർആൻ മാത്രമല്ല, ഖുർആൻ ഉണ്ട്, ഹദീസ് ഉണ്ട്, എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അപ്പൊ തഫ്സീർ വേറെയാണ്, മുസ്ഹഫ് വേറെയാണ്. ഖുർആൻ ഓതരുതെന്ന് പറഞ്ഞാൽ, മുസ്ഹഫ് തൊടരുതെന്ന് പറഞ്ഞാൽ തഫ്സീർ തൊടാമെന്ന് പറഞ്ഞു. അതേ മാനദണ്ഡം വെച്ചിട്ടാണ് ഓൽക്കം ചെയ്യുക, മൊബൈലും നോക്കാമെന്ന് പറഞ്ഞത്. പക്ഷെ അതിന്റെ കൂടെ പറയാനുള്ളത്, ആ സമയത്ത് മുസ്ഹഫും തൊടരുത് എന്ന് പറയാ സ്വഹീഹായ ഒരു ഹദീസും ആരെങ്കിലും അത് ഓതുന്നതിന് വിരോധമല്ല. മാത്രമല്ല അറബി നാട്ടിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പറയാണ്, ഇപ്പൊ ഒരു ടീച്ചർ ഖുർആൻ ടീച്ചറാണ്, അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടി ചിലപ്പോൾ മുസ്ഹഫ് എടുക്കേണ്ടി വരും, എടുക്കാം. അതേപോലെ ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു മദ്രസിലോ കോളേജിലോ ഖുർആൻ പഠിക്കണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, പഠനത്തിന്റെ ആവശ്യത്തിൽ അവർക്കത് മുസ്ഹഫ് എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോ ചുരുങ്ങിയ രൂപത്തിൽ പറയാനുള്ളത്, അങ്ങനെ അവർ മുസ്ഹഫ് ഓതുന്നതിൽ വിരോധമില്ല. ഖുർആൻ നോക്കി ഓതാൻ ഒരു കുഴപ്പവും ഇല്ല.